എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് കടന്നാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയാണ് അനസൂയ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ കോൾ എടുക്കുന്നത്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതെ എന്റെ മോള് ശബരിമലയ്ക്ക് പോയേക്കോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനസൂയ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ അനസൂയയുടെ കയ്യിൽ നിന്ന് വിനോദ് ഫോൺ വാങ്ങുവാണ്. ഫോൺ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, മോനെ ഇതേ നമ്മുടെ മോള് അവള് പോയിക്കൊണ്ടിരിക്കുവാന്ന് പറയാണ്. ഇത് കേട്ടതും വിനോദിനൊന്നും മനസ്സിലായില്ല. ഈ അമ്മ എന്തായി പറയണെന്നോർത്ത്. ഇത് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് അവളെ ഇല്ലാതാക്കി, നമ്മുടെ കയ്യിൽ നിന്ന് അവളുടെ ജീവൻ തട്ടിപ്പറിച്ചെടുത്തു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഓരോ പിച്ചും പേയും കൂടെ പറയുവാണ്. ഇതെല്ലാം കേട്ടിപ്പോ വിനോദിനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ജയന ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് വിനോദിനോട് പറഞ്ഞു, വിനോദേ അത് പിന്നെ അമ്മയ്ക്ക് എന്തോ സംബന്ധം തെറ്റുപോലെ അമ്മ ഓരോ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉണ്ണിമോള് മരിച്ചുകൊണ്ടിരിക്കുക. അധികം വൈകാതെ തന്നെ ഉണ്ണിമോള് നമ്മളെല്ലാം വിട്ടിട്ട് പോകുമെന്ന് പറയാം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, ജയേട്ടാ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇനി വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല വിനോദെ എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ് ജയൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുക. ഈ സമയം വിനോദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ മോളെ എനിക്ക് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് കാരണത്തിരിക്കുക. അപ്പൊ കാറിന് ചുറ്റും സർപ്പങ്ങൾ ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുകയാണ്. അനസൂയം കിടന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അവള് കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവളാണല്ലോ നാഗങ്ങളെ കൊണ്ട് കുത്തിച്ചത്. പിന്നീട് വിനോദ് പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ല, നിനക്ക് കരയാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് പറയാണ്. വിനോദിനാണെങ്കിൽ അവസാനമായിട്ട് ഉണ്ണിമോളെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമാണ്. പിന്നീട് വനമാലിയും ഗിരിദേവനും കൂടെ കണ്ടുമുട്ടുവാണ്. ഈ സമയത്ത് ഗിരിദേവനോട് വനമാലി പറഞ്ഞു, ഉണ്ണിമോള് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. അതെ, ഒരു പക്ഷെ മുമ്പാണെങ്കിൽ സർപ്പവേഷം ഏറ്റു കഴിഞ്ഞപ്പം താരയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉണ്ണിമോളാണ് ധന്യന്തരംപുറത്തിന്റെ അടുത്തുനിന്ന് തീർത്ഥം വാങ്ങിച്ചുകൊണ്ട് നൽകിയത്. പക്ഷേങ്കില് ഇപ്പൊ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ധന്യന്തരമൂർത്തി തീർത്ഥത്തിന് കഴിയില്ല. ഇത് കേട്ടിച്ചപ്പോ വനമാലി പറഞ്ഞു, അത് ശരിയാണ്, കാരണം സുഹൃത്തുക്കൾക്കല്ലാതെ തീർത്ഥം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ണിമോളുടെ സർപ്പവിഷം മാറ്റാനായിട്ട് ഇനി ധന്വന്തരമൂർത്തിക്കും കഴിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊരു ചിന്തയിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, ഒരു വഴിയുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വനമാലി ചോദിച്ചു, എന്ത് വഴി? ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഒരു പക്ഷേങ്കില് അശ്വിനി ദേവതകൾക്ക് കഴിയുമെന്ന് പറയണേ. അതെ, പ്രജാപതിയിൽ നിന്നും വൈദ്യം അഭ്യസിച്ച ദേവവൈദ്യന്മാരാണ് അവര്. ഒരു പക്ഷേങ്കില് അവര് വരുവാണെങ്കിൽ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുമായിരിക്കും. ചവന മഹർഷിക്ക് കണ്ണു കാണാൻ പറ്റാത്ത ചവന മഹർഷിക്ക് കാഴ്ചശക്തി വരെ നൽകിയതാണ് ഈ അശ്വിനി ദേവതകള്. അവര് വരുവാണെങ്കിൽ ചിലപ്പോ ഉണ്ണിമോളെ നമുക്ക് കുറച്ച് സമയത്തേക്കാണ് ഉണ്ണിമോളുടെ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് പറയാണ്. പിന്നീട് ഗിരിദേവനോട് വനമാലി എങ്കിലും ഒരു കാര്യം ചെയ്യാം കുമാര, എത്രയും പെട്ടെന്ന് തന്നെ അവരെ വരുത്താൻ പറയാണ്. അങ്ങനെ ഗിരിദേവൻ ഇങ്ങനെ സ്മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവര് മുന്നിലേക്ക് വരുവാണ് അശ്വദേവതകള്. പിന്നീട് വന്ന് പ്രണാമമൊക്കെ പറഞ്ഞതിന് ശേഷം ഗിരിദേവനോട് ചോദിച്ചു, കുമാര ഞങ്ങൾ എന്താണ് അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കാം. അതെ, എന്റെ ഒരു പരമഭക്തിയുണ്ട്. അവള് സർപ്പവിഷം കൊണ്ട് അവൾ ഏത് നിമിഷവും മരണപ്പെട്ടേക്കാം. അപ്പൊ അവളുടെ ജീവന് തിരികെ വേണം. കുറച്ച് സമയത്തേക്കെങ്കിലും അവളുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ജീവൻ തിരിച്ചു വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടെ കണ്ണടച്ചിങ്ങനെ കുറെ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ മുന്നിലേക്ക് ഉണ്ണിമോൾ ഇങ്ങനെ കിടക്കുന്നതൊക്കെ വന്നു. ഉണ്ണിമോൾ കണ്ണടച്ച് കിടക്കുവാണ്. ഉണ്ണിമോളുടെ അടുത്ത് മാഷും രാധ ടീച്ചറും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അവര് കണ്ണ് തുറന്നതിന് ശേഷം ഗിരിദേവനോട് പറഞ്ഞു, അങ്ങയുടെ ഭക്തിയുടെ ഇന്ദ്രിയങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ ഭക്ത മരണത്തിലേക്ക് പോവും. ഇനിയിപ്പം ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല, കാരണം വിഷം എല്ലാ അവയവങ്ങളെയും ബാധിച്ചു കഴിഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവനും വനമാലിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ആ കുട്ടിയുടെ അടുത്ത് മൃത്യുവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഷ്ടകാല ദോഷ ദുരിതങ്ങളൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അത് മാത്രമല്ല, ഞങ്ങള് ദേവവൈദ്യന്മാരാണ്. മനുഷ്യന്മാരെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇനിയിപ്പം ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് ഒരേ ഒരാളൊക്കെ പറ്റുള്ളൂ, വൈദ്യനാഥമൂർത്തിക്ക്. കാരണം അങ്ങയുടെ പിതാവായ വൈദ്യനാഥമൂർത്തിക്ക് പരമശിവന്റെ മറ്റേതാണ് വൈദ്യനാഥമൂർത്തി. അപ്പൊ വൈദ്യനാഥമൂർത്തി വന്നാൽ മാത്രമേ ഇനിയിപ്പോ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. ഒരുപക്ഷെ തീർത്ഥം കൊടുക്കുവാണെങ്കിൽ, വൈദ്യനാഥമൂർത്തിയുടെ കയ്യിൽ നിന്ന് തീർത്ഥം കിട്ടുവാണെങ്കിൽ അങ്ങയുടെ ഭരമഭക്തയ്ക്ക് ചിലപ്പം മരണം പോലും അകന്നു പോയേക്കാന്ന് പറയണം. പിന്നീട് അശ്വിനി ദേവതകൾ പറഞ്ഞു, ഒരു കാര്യം കൂടെ ഉണ്ട്. അവളുടെ ശരീരത്തിൽ സർപ്പവിഷമാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് അന്നപാനാദികളൊന്നും പാടില്ല. ഫുഡ് കഴിക്കാനോ വെള്ളം കഴിക്കാനൊന്നും പാടില്ല. അത് മാത്രമല്ല, അവൾ ഉറങ്ങാനും പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ മരണത്തിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ടാണ് അവരങ്ങോട്ട് മായുന്നത്. ഈ സമയത്ത്
പനമാലി പറഞ്ഞു, അല്ല ഇപ്പോഴവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഉറങ്ങുവാന്ന് പറയാനും പറ്റില്ല, കണ്ണടച്ച് കിടക്കുവാണ്. കാരണം അവള് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവളുടെ ഉള്ളിൽ ബോധമുണ്ട്, പക്ഷേങ്കില് കണ്ണടച്ച് കിടക്കുവാണ്. അതുകൊണ്ട് ഉറക്കമെന്ന് അതിനെ പറയാനായിട്ട് പറ്റില്ല. പക്ഷേങ്കിൽ അവളെ നമുക്ക് കണ്ണ് തുറപ്പിച്ചാൽ മതിയാവുള്ളൂ. എന്ത് ചെയ്യും ഗിരിദേവാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതിലൊരു മാർഗം ഉണ്ടെന്ന് പറയാണ്. പിന്നീട് ഗിരിദേവൻ നേരെ ഉണ്ണിമോളുടെ അമ്മ ശാരികയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ശാരിക അപ്പൊ പറഞ്ഞു, എന്റെ മോളുടെ അവസ്ഥ കണ്ടോ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് അറിയത്തില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഇപ്പോഴവളെ രക്ഷിക്കാനായിട്ട് ഉണ്ണിമോളുടെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയണേ. എനിക്കോ? അതെ, നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശാരികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ അവളുടെ മനസ്സിൽ അവൾക്കൊന്നും സംഭവിച്ചിട്ടല്ല തോന്നലുണ്ടാക്കണം. അവളുടെ മനസ്സിൽ വീണ്ടും കത്തി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന് ഉണ്ണിമോളുടെ അമ്മ അവളെ ഒന്ന് വിളിക്കുക. ഏത് വലിയ ഉറക്കത്തിലാണെങ്കിലും ഏത് വലിയ നിദ്രയിലാണെങ്കിലും എന്തവസ്ഥയിലാണ് അവള് വിളിയേക്കും. അമ്മയുടെ ശബ്ദം കേൾക്കാൻ അവൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരു കാര്യം ചെയ്യാം, വിളിക്കാൻ പറയാണ്. ഈ സമയം ഉണ്ണിമോള് രാധ ടീച്ചറിന്റെ മടിയിൽ കിടക്കുവാണ്. പിന്നീട് ശാരിക വിളിച്ച് മോളേന്ന് വിളിക്കുകയാണ്. മോളെന്ന് വിളിച്ചപ്പോ ഒരനക്കം ഉണ്ടായില്ല. പിന്നീട് വീണ്ടും വിളിക്കുകയാണ്. മോളേന്ന് വിളിച്ചു കഴിയുമ്പത്തെ ഉണ്ണിമോൾ ഇങ്ങനെ വിളിയേക്കുവാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ മുന്നിലേക്ക് ചെല്ലുക, എന്നിട്ട് വീണ്ടും അവളെ ഒന്ന് നോക്കിയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ നടക്കാന്ന് പറയാണ്. അല്ല അല്ല ഭഗവാന് ഞാന് പറയുന്ന പോലെ തന്നെ ചെയ്യാൻ പറയാണ്. ശാരിക എന്ത് ചെയ്യുവാണ്, നേരെ ഉണ്ണിമോളുടെ മുന്നിലേക്ക് ചെല്ലുവാണ്. ഉണ്ണിമോളുടെ മുന്നിൽ ചെന്നിട്ട് ഉണ്ണിമോളെ ഒന്ന് വിളിക്കുകയാണ്. വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോള് പതുക്കെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ്. ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ തന്റെ കൺമുന്നിൽ നിൽക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് അമ്മയെന്നും വിളിച്ചോണ്ട് പതുക്കെ എഴുന്നേക്കാണ്ട് തുടങ്ങുവാണ്. അപ്പൊ കൈകാലുകൾക്ക് ബലമൊന്നുമില്ല. ഈ സമയം വനമാലി പറഞ്ഞു, എന്തേ കുമാര, കൈകാലുകൾക്ക് ബലമില്ല, അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. ഞാനല്ലേ അവൾക്ക് താങ്ങും ബലമായിട്ട് നിൽക്കുന്നേ, ഉറപ്പായിട്ടും അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പറയാണ്. പിന്നീട് ഗിരിദേവന് ഉണ്ണിമോളെ നോക്കി കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളുടെ ശരീരത്തേക്ക് ഗിരിദേവന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവ്യ പ്രകാശം കയറി ചെല്ലുവാണ്. പെട്ടെന്ന് ഉണ്ണിമോള് പതുക്കെ എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ട് വരുവാണ്. ഈ സമയം ശാരിക എന്ത് ചെയ്യാണ്, പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ ആ പുറകെ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് മാഷും രാധ ടീച്ചറൊക്കെ ഉണ്ണിമോൾ അതേ പോകുന്നു, അതേ ഉണ്ണിമോള് കണ്ണു തുറന്നു. അവർക്കെല്ലാം വല്ല അത്ഭുതമായിരുന്നു. ഉണ്ണിമോള് കണ്ണു തുറന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവിടെ നടന്നു പോകുന്നു. പെട്ടെന്ന് മാഷ് പറഞ്ഞു, മോളെ ഇത് എങ്ങോട്ടാ നീ പോണേ, അവിടെ നിൽക്കാനും പറഞ്ഞോണ്ട് മാഷും രാധ ടീച്ചറൊക്കെ പുറകെ പോവാണ്. പെട്ടെന്ന് തന്നെ ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു, അവളെ പിന്തുടരണ്ടാന്ന് പറയണേ. പിന്തുടരണ്ടേ? ഗിരിദേവൻ എന്താ പറയണേ? അവളെ അമ്മയെന്ന് വിളിച്ചാ പോണേ, അവളുടെ അമ്മ മരിച്ചു പോയതല്ലേ, പിന്നെന്താ ഗിരിദേവൻ ഇങ്ങനെ പറയണേന്ന് ചോദിക്കാം. അവള് ചിലപ്പോ അവളുടെ അമ്മേനെ കാണുന്നുണ്ടായിരിക്കും, നമ്മളെ കാണാത്തായിരിക്കും, അവളെ വിട്ടാരെ, അവൾ പോയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് മാഷിന്റെ രാധ ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ഗിരിദേവൻ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് ഇങ്ങനെ അമ്മയുടെ പുറകെ നടക്കുവാണ്. ശാരിക തിരിഞ്ഞു നോക്കാതെ പോവാ. ഉണ്ണിമോൾ ആ പുറകെ നടക്കുക. അങ്ങനെ നടന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഉണ്ണിമോൾ എത്തുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ ഇങ്ങനെ ചുറ്റും നോക്കി കഴിയുമ്പോഴത്തേനും ഗിരിദേവനും വനമാലയും കാണുന്നത്. അമ്മേനെ കാണുന്നില്ല. അമ്മയെന്ന് വിളിക്കുകയാണ്. ഗിരിദേവ, എന്റെ അമ്മ എന്റെ മുന്നിലുണ്ടായിരുന്നു, എന്റെ അമ്മേനെ കാണുന്നില്ല എന്ന് പറയാണ്. അതെ, ഇതൊരു ക്ഷേത്രമല്ലേ, ഇവിടെ പ്രേതാത്മാക്കൾക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ പുറത്തുണ്ടെന്ന് പറയാണ്. ഉണ്ണിമോളുടെ അമ്മ മരിച്ചു പോയതല്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് ഉണ്ണിമോൾക്ക് പെട്ടെന്ന് ആ ഒരു ബോധം ഉണ്ടാകുന്നത്. പിന്നീട് ഉണ്ണിമോൾ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വനമാലിയും കൂടെ അങ്ങോട്ട് വന്നു. ഉണ്ണിമോൾ ചോദിച്ചു, അല്ല ഗിരിദേവ, ഇതെവിടെയേത്, ഇതേത് ക്ഷേത്രമാന്ന് ചോദിക്കുകയാണ്. ഇത് വൈദ്യനാഥമൂർത്തിയുടെ ക്ഷേത്രമാന്ന് പറയണേ. വൈദ്യനാഥമൂർത്തിയോ? അതെ, സാക്ഷാൽ പരമശിവന്റെ. ഉണ്ണിമോള് ശിവലിംഗത്തിന്റെ അരിയിലല്ലേ ഇരുന്നേ, അവിടെ വെച്ചല്ലേ ഉണ്ണിമോള് ബോധം കെട്ട് വീണേ. ഇപ്പൊ അതേ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉണ്ണിമോള് വന്നിരിക്കുന്നു പറയണം. ഉണ്ണിമോൾക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അത്ഭുതമായിരുന്നു. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, എനിക്കെന്തോ നിൽക്കാൻ പറ്റുന്നില്ല ഗിരിദേവ, കണ്ണൊക്കെ അടഞ്ഞു പോകുന്നതായിട്ട് തോന്നുകയെന്ന് പറയണം. അപ്പൊ അശ്വിനി ദേവതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഉണ്ണിമോൾ ഉറങ്ങാൻ പാടില്ലെന്ന്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് ഒരു കുഴപ്പമില്ല, ഉണ്ണിമോൾക്ക് ഉറക്കം വരുന്നതായിട്ട് തോന്നാ. അല്ല ഗിരിദേവ, എന്റെ കൈയും കാലും എല്ലാം കുഴയുക എന്ന് പറയണം. പെട്ടെന്ന് ഉണ്ണിമോൾ അവിടെ ഇരിക്കുവാണ്. ഈ സമയത്ത് പനമാലി പറഞ്ഞു, ഉണ്ണിമോൾ ഉറങ്ങാനാ? ഉണ്ണിമോൾ ഉറങ്ങാൻ പാടില്ലെന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ ഉറങ്ങാതിരിക്കണ എന്താ മാർഗം എന്നറിയാവോ? ഒരു കഥ പറഞ്ഞുതരാന്ന് പറയാണ്. കഥ പറഞ്ഞുതരാൻ? അതെ. ഇത് കേട്ടത് വനമാലി പറഞ്ഞു, ഞാൻ ഉണ്ണിമോൾക്ക് ഒരു കഥ പറഞ്ഞുതരാന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞു, കഥ കേട്ടാ പിന്നെ ഉണ്ണിമോൾക്ക് ഉറക്കമൊന്നും വരത്തില്ല, ഉണ്ണിമോള് കഥ കേൾക്കാൻ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ കാത്തിരിക്കും. ഒരു കാര്യം ചെയ്യാം, വൈദ്യനാഥമൂർത്തിയുടെ ക്ഷേത്രത്തിൽ തന്നെയല്ലേ ഇരിക്കുന്നേ, ഇവിടുത്തെ കഥ തന്നെ പറയാന്ന് പറയാണ്. ഈ ക്ഷേത്രത്തിന്റെ കഥ. ഈ ക്ഷേത്രത്തിനും കഥയൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. ഉണ്ടെന്ന് വനമാലി പറയാണ്. അല്ല, ഉണ്ണിമോൾക്ക് പരശുരാമനെ കുറിച്ച് അറിയാമെന്ന് ചോദിക്കും. പരശുരാമനെ കുറിച്ച് അറിയാം, മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരം അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, പരശുരാമന് കേരളത്തെ 64 ഗ്രാമങ്ങളായിട്ട് വിഭജിച്ചു. പിന്നീട് ഒരു സ്ഥലത്ത് പോയി, അവിടെ ദുഃഖദുരിതങ്ങളും കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി അങ്ങനെ
സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അതിന്റെ അടുത്ത ഗ്രാമത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടായത്. പിന്നീട് വനമാലി പറയാണ്, അതിന് തൊട്ടടുത്ത ഗ്രാമത്തിൽ രണ്ടുപേരും നടന്നു പോവായിരുന്നു. നടന്നു പോണ സമയത്ത് ഒരാൾ പറഞ്ഞു, അതെ ഇവിടെ വലിയ പ്രശ്നമുണ്ടെന്നാ പറയുന്ന കേട്ടെ, ഇതിലൂടെ വരുന്ന ആൾക്കാരെയൊക്കെ ആരോ ആക്രമിക്കുന്നുണ്ടെന്ന്, ആക്രമിച്ച് കൊല്ലുന്നുണ്ടെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവരങ്ങ് നടന്നു കഴിയുമ്പോഴത്തേനും വഴിക്ക് രണ്ടുപേര് വീണ് കിടക്കുന്നുണ്ടോ, നോക്കിയുമ്പോൾ മരിച്ചു കിടക്കുക. അയ്യോ ഇവര് മരിച്ചു കിടക്കുകയാണല്ലോ എന്ന് പറയണം. കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത ആളും കൂടെ മരിച്ചു കിടക്കുന്നുണ്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചേട്ടനും കൂടെ ഓടി വന്നു. അതെ ജിയോ വേണേ നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, അയാൾ വരുന്നുണ്ടെന്ന് പറയണം, ആ ദുഷ്ടം വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട അവർക്കൊന്നും മനസ്സിലായില്ല. ഏതോ ദുഷ്ടം വരുന്നുണ്ട് കൊല്ലാനായിട്ട്, അത് മാത്രം അറിയാം. അവരെന്ത് ചെയ്യുവാണ്, രാത്രിയാണ്, കാടുവാണ്, ആ പന്തം വെച്ചുകൊണ്ട് അവര് ഓടുവാണ്. ഓടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുവാണ്. അജാനും ബാഹുവായ ഒരാൾ ഇങ്ങനെ വരുവാണ്. അയാളുടെ കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാലിൽ ഇങ്ങനെ ചെലങ്കയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ ഉണ്ണിമോള് വനമാലി ചോദിച്ചു, അതാരായിരുന്നു അയാള്, ഈ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ആരായിരുന്നു ചോദിക്കുകയാണ്. അപ്പോഴാണ് വനമാലി ആ കാര്യം പറയുന്നത്. അത് കാരകാസ്കുരനാന്ന് പറയാണ്. അതോ അന്ന് പറഞ്ഞാൽ ആരാ നിൽക്കുക, അതൊരു അസുരനാന്ന് പറയാണ്. അയാളാണ് ഇവരെല്ലാം കൊന്നോണ്ടിരുന്നെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഉണ്ണിമോൾ ആകാംക്ഷവാൻ കേട്ടിരിക്കുകയാണ് ആ കഥ. കാരണം ഉണ്ണിമോളെ ഉറക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കഥയാണത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പരമശിവൻ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് അവതരിച്ച് ഉണ്ണിമോൾക്ക് തീർത്തോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.